പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും തന്നെ ആമേൻ. ഇന്ന് ഡിസംബർ 28 ഞായർ. വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 49-ാമത്തെ വാക്യം. എന്നെ തിരഞ്ഞതെന്തിന്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. ഇന്ന് വായിച്ചു കേട്ട സുവിശേഷ ഭാഗം വിശുദ്ധ ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 39 മുതൽ 52 വരെയാണ്. അതിലെ 49-ാമത്തെ വാക്യം യേശുനാഥൻ പറയുന്ന ഈ വാക്കുകൾ വളരെ ആഴമുള്ളതും നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വളരെ പ്രത്യേകതകൾ നിറഞ്ഞതുമാണ്. ഈ വാക്യത്തിന്റെ പശ്ചാത്തലം എന്നത് യേശുവിന് 12 വയസ്സായപ്പോൾ പെസഹ പെരുന്നാളിനായി യെരുശലേമിൽ യൗസേഫും മറിയമും മകനായ യേശുവിനെ കൊണ്ടുപോകും. അവിടെ നിന്ന് തിരിച്ചു പോകുമ്പോൾ യേശുവിനെ കാണാതാകും. 3 ദിവസത്തെ ആശങ്കയും വേദനയും നിറഞ്ഞ തിരച്ചിലിന് ശേഷം അവർ യേശുവിനെ ദേവാലയത്തിൽ കണ്ടുമുട്ടുന്നു. അതും ഉപദേശകരുടെ നടുവിലിരുന്ന് കേട്ടും ചോദിച്ചും സംസാരിക്കുന്ന യേശുവിനെ. അപ്പോൾ മറിയം ചോദിക്കുന്നു, മകനെ, നീ ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? അതിനുള്ള യേശുവിൻ്റെ മറുപടിയാണ്, എന്നെ തിരഞ്ഞതെന്തിന്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്നത്. ഈ വചനത്തിൽ യേശുവിൻ്റെ വലിയ ആത്മീയ തിരിച്ചറിവ് ദർശിക്കുകയാണ്. യേശുവിൻ്റെ ജീവിതത്തിൽ ആദ്യമായി രേഖപ്പെടുത്തിയ വാക്കുകളാണിവ. ഈ ആദ്യ വാക്കുകളിലൂടെ യേശു തൻ്റെ ആത്മീയ തിരിച്ചറിവ് വ്യക്തമാക്കുകയാണ്. യേശു സ്വയം പിതാവിൻ്റെ പുത്രൻ എന്ന നിലയിൽ തിരിച്ചറിയുന്നു. ഭൂമിയിലെ ബന്ധങ്ങളെക്കാൾ ഉപരി ദൈവബന്ധത്തിൻ്റെ ഉയർന്ന ആ ഒരു ബോധം ഇവിടെ തെളിഞ്ഞു നിൽക്കുകയാണ്. ബാല്യകാലത്ത് തന്നെ യേശു തൻ്റെ ദൗത്യബോധം തിരിച്ചറിഞ്ഞിരുന്നു എന്നത് ഇവിടെ വ്യക്തമാണ്. യേശു പറയുന്നു, പിതാവിൻ്റെ കാര്യങ്ങളിൽ ആയിരിക്കണം. ഇതിൻ്റെ അർത്ഥം എന്താ? ദേവാലയ സാന്നിധ്യം എന്നതിനേക്കാൾ ഉപരി ദൈവവചനത്തിൽ ആഴപ്പെടലും ദൈവത്തിൻ്റെ ഇഷ്ടം അന്വേഷിക്കലും ദൈവരാജ്യത്തിൻ്റെ ലക്ഷ്യങ്ങൾക്കായി ജീവിക്കലും ദൈവത്തിന് പ്രാധാന്യം കൊടുക്കുന്ന ജീവിതക്രമവും ഒക്കെ കൂടിയാണ് ഇത് സൂചിപ്പിക്കുന്നത്. യേശു പഠിപ്പിക്കുന്നത് ദൈവത്തിൻ്റെ കാര്യങ്ങൾ ജീവിതത്തിൻ്റെ അതിരുകളിലല്ല നാം സൂക്ഷിക്കേണ്ടത്, അത് കേന്ദ്ര സ്ഥാനത്തായിരിക്കണമെന്ന്. അതുകൊണ്ട് യേശു നമ്മോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഇന്ന് യേശുവിനെ അന്വേഷിക്കുന്നത് അനുഗ്രഹത്തിനായിട്ടാണോ, ആവശ്യങ്ങൾ നിറവേറ്റാൻ ആണോ, പ്രതിസന്ധികളിൽ ഓടിവരുന്ന ഒരു യേശുവിനെ ആണോ നാം അന്വേഷിക്കുന്നത്? യേശു നമ്മെ വിളിക്കുന്നത് ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ സജീവമായി പങ്കാളികളാകുന്ന ശിഷ്യരായി തീരുവാനാണ് എന്നത് നാം ഉൾക്കൊള്ളേണ്ടതുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അനേക തിരക്കുകളിലാണ് നാം ആയിരിക്കുന്നത്. ജോലി, കുടുംബചിന്തകൾ, സാമ്പത്തിക സമ്മർദ്ദങ്ങൾ, സാമൂഹ്യ ഉത്തരവാദിത്തങ്ങൾ, ഇങ്ങനെ പോകുന്നു. ഇവയ്ക്കിടയിൽ ദൈവത്തിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ? നമുക്ക് പ്രാർത്ഥനയ്ക്ക് സമയമുണ്ടോ? ദൈവവചനം ധ്യാനിക്കുവാൻ ആഗ്രഹമുണ്ടോ? ദൈവരാജ്യത്തിൻ്റെ ദൗത്യങ്ങളിൽ പങ്കാളികളായിട്ട് നാം തീരുന്നുണ്ടോ? യേശു പഠിപ്പിക്കുന്നു, എൻ്റെ പിതാവിൻ്റെ കാര്യങ്ങളിൽ നിങ്ങൾ ഓരോരുത്തരും ആയിരിക്കേണ്ടവരല്ലോ. വചനം നമ്മോട് പറയുന്നു, നമ്മുടെ യഥാർത്ഥ തിരിച്ചറിവ് ദൈവത്തിൽ നിന്നാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ അർത്ഥം ദൈവത്തിൻ്റെ ദൗത്യത്തിലാണ്. നമ്മുടെ വിളി പിതാവിൻ്റെ കാര്യങ്ങളിൽ ആയിരിക്കുവാൻ തന്നെയാണ്. അതിനാൽ സഭാവിശ്വാസികളായ നാം ആരാധനയെ വെറും ചടങ്ങാക്കി മാറ്റരുത്. വിശ്വാസത്തെ ഒരു ശീലമായി ചുരുക്കരുത്. ക്രിസ്തീയ ജീവിതത്തെ ഞായറാഴ്ചകളിൽ മാത്രം ഒതുക്കരുത്. പിന്നെയോ നാം ഓരോരുത്തരും ദൈവത്തിൻ്റെ പ്രവർത്തന കേന്ദ്രമായി മാറേണ്ടതുണ്ട്. ദൈവത്തെ നമ്മുടെ ജീവിതത്തിൻ്റെ കേന്ദ്രസ്ഥാനത്ത് നിർത്തി ആ കേന്ദ്രസ്ഥാനമായ ദൈവത്തിൻ്റെ ആഗ്രഹത്തിനനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ഇടയായിത്തീരണം. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള സ്വർഗീയ പിതാവേ, പിതാവിൻ്റെ കാര്യങ്ങളിലായിരിക്കണമെന്ന ആ വിളി ഞങ്ങളുടെ ജീവിതത്തിൻ്റെ കേന്ദ്രമായി മാറാൻ ഞങ്ങളെ സഹായിക്കണമേ. ലോകത്തിൻ്റെ തിരക്കുകളിൽ
നിന്നെ മറക്കാതെ പ്രാർത്ഥനയിലും ദൈവവചനത്തിലും വിശ്വസ്തരായി ജീവിക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ. ആമേൻ. ദൈവം അനുഗ്രഹിക്കട്ടെ.